മൂന്നാമത്തെ കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ശബരിമല ഉൾപ്പെടുന്ന വിഷയം. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു. കാരണം എന്താണ്? അമ്പലക്കള്ളന്മാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് ജനം വിലയിരുത്തിയ തെരഞ്ഞെടുപ്പാണ്. 2 പേർ ജയിലിൽ കിടക്കുകയാണ്. ആ 2 പേരും ഇന്നും CPM-ൻ്റെ അംഗങ്ങളാണ്. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ, CPM-ൻ്റെ അംഗമാണ് വാസു. ഈ 2 പേരെയും പുറത്താക്കാതെ ഇന്നും സംരക്ഷിച്ചു നിർത്തുന്ന CPM-ൻ്റെ നടപടി, ആ നടപടി കേരളത്തിലെ വിശ്വാസികളും അവിശ്വാസികളും, കാരണം ഇത് വിശ്വാസമുള്ളവരുടെ മാത്രം പ്രശ്നമല്ലല്ലോ ശബരിമല, അവിശ്വാസികളുടെ ഒക്കെ പ്രശ്നമാണ്. കാരണം ഞാനൊരു മതത്തിലും വിശ്വസിക്കാത്ത ആളാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരാൾക്കും ശബരിമലയിൽ നിന്ന് അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അതൊരു അമ്പലക്കൊള്ള തന്നെയാണ്. അങ്ങനെ അമ്പലക്കൊള്ളക്കാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് കേരളം വിധി എഴുതിയിരിക്കുകയാണ്. രണ്ടാമത്തെ കാരണം കേരളത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അതിപ്പോൾ ശ്രീ വസീഫ് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 9 കൊല്ലക്കാലം മുമ്പുള്ള കാലഘട്ടമാണ്. 9 കൊല്ലക്കാലം മുമ്പുള്ള കാലഘട്ടത്തെ പറ്റി മറക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അൽഷിമേഴ്സ് ഒന്നും വന്നിട്ടില്ലല്ലോ. നിങ്ങളിൽ പല നേതാക്കന്മാർക്കും രാഷ്ട്രീയപരമായ ഓർമ്മക്കുറവ് വന്നെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്കൊന്നും അതിൽ ഒരു ഓർമ്മക്കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആദ്യം വസീഫ് ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നുള്ളതാണ്. കാരണം എന്താ? ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിലവർധനമുള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയ CPM-ന് അല്ലെങ്കിൽ LDF-നെതിരാണ് വോട്ട് ചെയ്തത്. ഈ നാട്ടിൽ ക്രമസമാധാന രംഗം താറുമാറാക്കിയ LDF-നെതിരാണ് വോട്ട് ചെയ്തത്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിൻ്റെ കടന്നുവരവ് ഉണ്ടായ 9 കൊല്ലക്കാലം, ആ 9 കൊല്ലക്കാലവും അത് ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത LDF-നെതിരാണ് വോട്ട് ചെയ്തത്. ഈ നാട്ടിൽ ആരോഗ്യ രംഗത്തെ മെഡിക്കൽ കോളേജുകളെ മുഴുവൻ തച്ച് തകർത്ത് സാധാരണക്കാരന് ഒരു മെഡിക്കൽ കോളേജിലായിട്ട്, സർക്കാർ ആശുപത്രിയായിട്ട് കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഈ നാട്ടിലെ ആശുപത്രി സംവിധാനത്തെ മാറ്റിയ ആ സർക്കാരിനെതിരാണ് വോട്ട് ചെയ്തത്. ഈ നാട്ടിലെ തൊഴിലിടങ്ങളെയും വിദ്യാഭ്യാസ ഇടങ്ങളെയും തകർത്ത സർക്കാരിനെതിരാണ് വോട്ട് ചെയ്തത്. അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയ അത് എത്രയോ കേസുകൾ, ആ കേസുകളൊക്കെ ജനം ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരിപ്പോൾ പെൻഷൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവരുടെയൊക്കെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞു, സർക്കാർ കൊടുക്കുന്ന എന്തോ ഭിക്ഷയൊക്കെ നമ്മളൊക്കെ അങ്ങ് തിന്ന് എന്നിട്ട് ഇവർക്കെതിരായിട്ട് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇയാളുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും വായിക്കോ കൊണ്ടുവന്ന പൈസയാണോ ഈ സർക്കാർ പെൻഷനായിട്ടും അല്ലാതെയും കൊടുക്കുന്നത്? ഇയാളുടെയൊക്കെ കുടുംബസ്വത്തിൽ നിന്ന് എടുത്ത പൈസയാണോ? ഇതൊക്കെ തന്നെയാണ് CPM-കാരുടെ കുഴപ്പം. ഈ ധാർഷ്ട്യത്തിന് ജനം കൊടുത്ത മറുപടിയാണ് ഇത് എന്നുള്ളത് ഈ തലക്കടിയേറ്റിരിക്കുന്ന ഈ ദിവസം പോലും മനസ്സിലാക്കാൻ CPM-ന് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.